ತದಿಗಿಣ ತಗಜನು ತದಿಗಿಣ ತಗಜನು ತರಿಗಿಟ ತದರಿನ ತದಿಂದಿಂದ ಆನಂದಂ ತಲವನಿ ತಲಪುಗ ಎದಲನು ಕಲುಪಗ ಮೊದಲಿಗ ಮೊದಲಿಗ ಮಲ್ಲಿಗೀತ ಗೋವಿದಂ ತದಿಗಿಣ ತಗಜನು ತದಿಗಿಣ ತಗಜನು ತರಿಗಿಟ ತದರಿನ ತದಿಂದಿಂದ ആനന്ദം. ഗൈസ്, കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ അത്യാവശ്യത്തൊരു കാര്യം പറയട്ടെ. ആദ്യം തന്നെ വലിയൊരു സോറിയാണ്. കാരണം ഞാൻ ഷോർട്സ് ഇട്ടിട്ട് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ് ഞാൻ അടുത്തതായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് സമുറായി ആൻഡ് പ്രിൻസസ് ഒരു ലവ് സ്റ്റോറി ആയിരുന്നു. പക്ഷേ തൽക്കാലത്തേക്ക് എനിക്കത് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോരോ മൈൽ സ്റ്റോൺ എത്തുമ്പോഴാണ് ഓരോ സ്റ്റോറി പ്ലാൻ ചെയ്യലും. 1K ആയപ്പോഴായിരുന്നു ഞാൻ ഐ കെയിം ഫോർ യു വിചാരിച്ചിരുന്നത്. പിന്നെ 2K ആയപ്പോൾ ഞാൻ വേറൊരു സ്റ്റോറി ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഓൾറെഡി വേറെ സ്റ്റോറീസൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട്. 3K ആകുമ്പോഴാണ് ഞാൻ ഈ ഒരു സ്റ്റോറി നമ്മുടെ സമുറായിൻ്റെ സ്റ്റോറി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 3K ആയ സന്തോഷത്തിൽ ഞാനത് അനൗൺസും ചെയ്ത്. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ നാട്ടിൽ പോവാണ്, ഞാൻ അടുത്ത മാസം നാട്ടിൽ പോകും. അപ്പോൾ ഞാൻ ഇപ്പോൾ ആ സ്റ്റോറി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പകുതിക്ക് വെച്ച് ഞാൻ നിർത്തേണ്ടി വരും. കാരണം എൻ്റെ മറ്റ് സ്റ്റോറീസ് പോലല്ല, അതൊരു 3 പാർട്ടായിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പം ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ട് പിന്നെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ചെയ്യാണ്ട് ഞാനത് നിർത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഞാൻ ഈ കഥ പോസ്റ്റ്പോൺ ചെയ്യാണ്. ഇതെന്തായാലും ചെയ്യും. എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ കഥ എന്തായാലും ചെയ്യും. പക്ഷേ കുറച്ചൊന്ന് ഡിലേ ആവുമെന്ന് മാത്രം. അതിന് പകരം ഞാൻ 2K ആകുമ്പോൾ ഞാൻ ചെയ്യാൻ വിചാരിച്ചിരുന്നൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഈ ഒരു സേതുവിൻ്റെ മാത്രം ജാനി എന്ന് പറഞ്ഞൊരു സ്റ്റോറി. ഇതൊരു സിമ്പിൾ ലവ് സ്റ്റോറിയാണ്. അപ്പം തൽക്കാലത്തേക്ക് അടുത്തതായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുക ഈ ഒരു കഥ ആയിരിക്കും കേട്ടോ. അയ്യോ അമ്മൂസ്, നീയൊക്കെ എന്താടാ അവിടെ? അത് പിന്നെ പ്രണാമം മാതാശ്രീ, ശുഭരാത്രി നേരുന്നു. ആയിക്കോട്ടെ, പ്രണാമം. നേർന്നായാലോ എന്നാ പൊക്കോ. അല്ല, മറ്റേ രണ്ടെണ്ണം ഇവിടെ? അവരും ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് കാണേണ്ടതാണ്. ലൈറ്റ് ഇട്ടപ്പോൾ മുങ്ങിയതായിരിക്കും. ഇതവിടെ. ഡാ അതി, നീ എന്തൊക്കെയാണ് കറക്റ്റാ പറയല്? അത് പിന്നെ മാതാവേ, ഇങ്ങോട്ട് നോക്കൂ. ഈ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഈ ജലനദികളുടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആ നെൽപ്പാടങ്ങൾ പച്ച വിരിപ്പിട്ടത് കാണാൻ എന്തൊരു ഭംഗിയാണ്. അവൻ്റെ ഒരു നെൽപ്പാടവും പച്ചവിരിപ്പും അന്ത്യയാമങ്ങളും. പച്ച വിരിപ്പല്ല, ഇപ്പം എൻ്റെ വായന പച്ച തിറയ്ക്ക് നിങ്ങൾക്ക് കേൾക്കണ്ടാവാ. ഇറങ്ങി പോടാ. പിന്നെ പോകുമ്പോണ്ടല്ലോ ആ കട്ടിനടിയിൽ അവനോട് കൊണ്ടേക്കോട്ടോ. കണ്ടുപിടിച്ചല്ലോ കൊച്ചു കള്ളി. ഇനി അമ്മൂസ് വിളിക്കും, ഞാൻ കണ്ടുപിടിക്കാം. അയ്യോ, നട്ടപ്പാതിലൊക്കെ വന്നിട്ട് ഒളിച്ച് കളി. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. എടാ, അവളമാരെ റൂമിൽ കാണുന്നില്ലല്ലോ. നോക്കണ്ടടാ ഉണ്ണി, അവർ ഈ റൂമിലില്ല. എൻ്റെ ആയു, നിനക്ക് ഇത്രയും നേരിട്ട് മനസ്സിലെത്തില്ലേ? എടാ, ഇവർ നമുക്കിട്ട് പണി തന്നതാണ്ടാ. അതെ, പണി തന്നത് തന്നെയാണ്. നിന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞതോടെ നിൻ്റെ അടുത്ത് ഇങ്ങനത്തെ വല്ല ഉടായി പൈലുകൾ ഉണ്ടാവും എന്ന് പറയാം. അതുകൊണ്ട് മനഃപൂർവ്വം ഞങ്ങൾ റൂം മാറ്റി പറഞ്ഞതാണ്. എന്താ നോക്കി നിൽക്കുന്നത്? പോയിക്കോ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഇനി എങ്ങാനും ഇങ്ങനത്തെ വല്ല ഉടായി പൈലുകളുമായിട്ട് വന്നാൽ അറിയാലോ, പ്രായശ്ചിത്തം ഒരു 3 മാസം നിൽക്കേണ്ടി വരും. എൻ്റെ പൊന്നമ്മൂസേ, അങ്ങനത്തെ വൃത്തോ പ്രായശ്ചിത്തോ ഒന്നുമില്ല. അവന്മാർ ഞങ്ങൾക്കിട്ട് പണി തന്നതാ. ഇതും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീയൊക്കെ ഇങ്ങനെ വല്ല പണി ഒപ്പിച്ച് വെക്കുന്നു എന്നിട്ട് പിടിക്കപ്പെട്ട ഇങ്ങനെ പറയുന്നുള്ളതും. എൻ്റെ പൊന്നമ്മൂസ, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ വിശ്വാസം അവരാണോ? വിശ്വാസത്തിൻ്റെ വിശ്വാസക്കുറവിൻ്റെ അല്ല, ഇതൊരു വെറുതാണ്. അത് നിങ്ങൾ അനുഷ്ഠിച്ചേ പറ്റൂ. പിന്നെ ഈ കാര്യത്തിൽ നീയൊക്കെ ഈ പണി ഒപ്പിച്ച് വെക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ വിശ്വസിക്കാൻ എങ്ങനെ പറ്റുക? ഇപ്പം കണ്ടോ, പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോൾ നിനക്ക് ഇവിടെ ഇച്ച ആയു മതിയടാ, ഇനി ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. വാ, നമുക്ക് പോവാം. ഞങ്ങളിപ്പം പോകുന്നു. പക്ഷേ ഇനി കൊച്ചുമക്കളെ വേണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വാ. അപ്പം ഞങ്ങൾ ബാക്കി പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അവസാനം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ വൃത്തത്തിന് കിസ് അടിക്കുന്ന വല്ല പ്രശ്നമുണ്ടോ? ഒന്ന് ഇറങ്ങി പോടാ, ഒന്നൊരു കിസ്. എൻ്റെ വിച്ച, നിനക്ക് എന്താടാ? അല്ല, ഞാനൊരു ഡൗട്ട് ചോദിച്ചതായിരുന്നു. ഡൗട്ടിനുള്ള കിട്ടിയല്ലോ, നവാപൂര്. ചേച്ചിമാരെ, ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പേര് ശരിക്കും ഇപ്പം ധ്രുവീനാണോ മാഹീനാണോ? അല്ല, റെക്കോർഡിക്കൽ നിങ്ങളുടെ പേര് മാഹീനോ മെഹറിനോ അല്ലെങ്കിൽ ധ്രുവീനോ പലക്കുന്നോ? ആക്ച്വലി ഞങ്ങളുടെ പേര് മാഹീനോ മെഹറിനോ ആയിരുന്നു. പക്ഷെ ഇപ്പം വെള്ളിച്ചിനത് മാറ്റി ധ്രുവീനും പല്ലൂന്നും ആക്കി. ധ്രുവികാന്നും പലക്കുന്നും ആക്കി. അല്ല, അപ്പം നിങ്ങൾക്ക് ഈ പേരാരാട്ടത്, ധ്രുവീനും പല്ലൂന്നും? ഞങ്ങൾക്ക് ശരിക്കും ഈ പേരിട്ടത് വെള്ളിയച്ഛനാണ്. ഞങ്ങളുടെ അമ്മൻ്റെ പേരിൻ്റെ ഭാഗമായിട്ടിട്ടതാണ്. അമ്മൻ്റെ പേര് പല്ലവി എന്നായിരുന്നല്ലോ, അതാണ് പല്ലും ധ്രുവിയും ആയത്. പിന്നെ ഏട്ടന്മാരാണ് പേര് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ധ്രുവികാന്നും പലക്കുന്നും ആക്കിയത്. അപ്പം നിങ്ങൾ പണ്ട് വെള്ളിയച്ഛനായിട്ട് ഏട്ടന്മാരായിട്ട് നല്ല കൂട്ടായിരുന്നു അല്ലേ? ഞങ്ങൾ ആദ്യം അവരായിട്ട് നല്ല കൂട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ കോണ്ടാക്റ്റൊക്കെ പോയിട്ട്. അത് പിന്നെ അച്ഛൻ ഞങ്ങളെ തിരഞ്ഞു വരാതിരിക്കാനും പിന്നെ അമ്മൻ്റെ കാര്യം വഴിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ധ്രുവി, എടാ, നിങ്ങളുടെ ഏട്ടന്മാരവിടെ? അവരെ കാണാനേ ഞങ്ങളുടെ മുത്തശ്ശി വന്നിട്ടുണ്ടായിരുന്നു. അവരിവിടെ എവിടെ ഉണ്ടായിരുന്നു. നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം.
അത് കേട്ടതും പല്ലു ഓൺ ദ സ്പോട്ട് തന്നെ ത്രിമൂർത്തികൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അവർക്കിട്ട് പണി കൊടുത്തിട്ട് അങ്ങനെ ഏട്ടന്മാർ സൂചിക്കണ്ടല്ലോ. എടാ പല്ലുവിൻ്റെ മെസ്സേജാണ് വന്നത്. അവന്മാരെ കാണാൻ വേണ്ടിയിട്ട് അവരെ മുത്തശ്ശി വന്നിട്ടുണ്ടെന്നുള്ളത്. വിവാഹക്കാർ സംസാരിക്കാനായിരിക്കും. ആഹാ, നമുക്കിട്ട് പണി തന്നിട്ട് അവന്മാർ അങ്ങനെ കുടുംബം നടത്തണം. വാടാ കൊളാക്കി കൈമ കൊടുക്കുക. നമസ്കാരം മുത്തശ്ശി. ആ നമസ്കാരം നമസ്കാരം. നിങ്ങളൊക്കെ ഏതാടാ കൊച്ചനെ? നിങ്ങളാണോ അവർ പറഞ്ഞത്? അയ്യോ അല്ലല്ല, ഞങ്ങളല്ല, ഞങ്ങളുടെ അളിയന്മാരാ. ആ അളിയന്മാരാണോ? അപ്പം നിങ്ങൾക്ക് അവരെക്കുറിച്ചൊക്കെ അറിയായിരിക്കുമല്ലോ. ആ അതെ അതെ അറിയാം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും. മുത്തശ്ശി, ഞങ്ങളൊരു കാര്യം പറയട്ടെ. അച്ചും അപ്പുമൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങന്മാരെ പോലെ. കഴിഞ്ഞ തവണ വന്നപ്പം അവരോട് പരിചയപ്പെട്ടപ്പോഴേ ഞങ്ങളുടെ മനസ്സിലൊരു പെങ്ങന്മാർ സ്ഥാനം ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരൊരു ജീവിതക്കാരായതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. കാര്യവന്മാർ ഞങ്ങളുടെ അളിയന്മാരാണെങ്കിലും മഹാ അലമ്പന്മാരാ. ഉവ്വോ? അതേ ഉവ്. അതുമാത്രമല്ല, അവന്മാർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് നാട് കടത്തിയതാ. എന്തിന്? അവന്മാർ കാരണം അവിടെ ഒരൊറ്റ പെൺകുട്ടിക്ക് വഴി നടക്കാൻ പറ്റില്ല. ശരിക്കും? അതേ മുത്തശ്ശി, ശരിക്കും. അതുമാത്രമല്ല, പെൺകുട്ടികളെ കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞിട്ട് തെങ്ങുമ്മ കെട്ടിട്ടടിച്ച സംഭവം വരെ നടന്നിക്കുന്നു. എടാ, ഇവന്മാർ എന്തൊക്കെയാടാ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഇവർക്ക് കിട്ടിയൊന്നും പോരാന്നാ തോന്നുന്നത്. മുത്തശ്ശി, ഇതാണ് ഞങ്ങൾ പറഞ്ഞ. വേണ്ട, എനിക്ക് ഇനി അവരെ കാണണമെന്നില്ല. ഈ കല്യാണം നടക്കില്ല. അതെ, നടക്കില്ല. അതെ, എനിക്ക് ഇവരോടൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വല്ല കാരണവന്മാരും ഉണ്ടെങ്കിൽ അവരോട് വീട്ടിലേക്ക് വരാൻ പറയാം. ഞാൻ അവരോട് സംസാരിച്ചോളാം. മക്കളെ, എൻ്റെ കൂടെ വന്നേ. ആ സാമദ്രോഹികളെ, സത്യം പറടാ, നീയൊക്കെ എന്ത് പണി ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? പണിയോ? ഇതൊക്കെ ഒരു പണിയാണോ? ശരിക്കുള്ള പണി വഴിയേ വരുന്നുണ്ട്. ഇപ്പം മനസ്സിലായോ? നിങ്ങളോട് മാത്രമല്ല ഞങ്ങളോട് കളിച്ചാലും ഇങ്ങനെ ഇരിക്കുന്നുള്ളത്. എടാ, ഇവന്മാർ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ കൂതറകളാടാ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്താ ചെയ്യാൻ? വാ, അച്ഛനോട് സംസാരിക്കും. അതെ, കൊടുത്തോ പണി? കൊടുത്തോന്നോ? നല്ല 8ന്റെ പണിയിലാണ് കൊടുത്ത്. എടി ദ്രോഹി, നീയൊക്കെ ഒരു പെങ്ങളാണോ? സ്വന്തം ഏട്ടന്മാർക്കിട്ട് പണി കൊടുക്കാൻ കൂട്ടു നിൽക്കുന്നത്. വെറുതെ ഒന്നുമല്ലോ, അവർ ഞങ്ങൾക്ക് തന്നിട്ടല്ലേ. എൻ്റെ പല്ലു, നീ വിചാരിക്കുന്ന മാതിരി അവർ നിങ്ങൾക്ക് പണി തന്നതൊന്നും ആയിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനു തരണം? ഈ പണി ഇവർക്ക് മൂന്നാൾക്കും മാത്രമല്ലല്ലോ ബാധിക്കുക. ഇത് നിങ്ങളും കൂടി ബാധിക്കുന്ന വിഷയമല്ലേ. അപ്പം നിങ്ങൾ ഏട്ടന്മാരങ്ങനെ ചെയ്യോ? എനിക്ക് തോന്നുന്ന ഈ വ്രതം നിങ്ങളുടെ കുടുംബത്തിലുള്ളത് തന്നെ ആയിരിക്കും. ചിലപ്പോൾ നീ അറിയാത്തത് നീ മുത്തശ്ശിൻ്റെ കൂടെ ചെന്നൈയിൽ അധികം ഉണ്ടാവാറ്. പിന്നെ ധ്രുവയും പറഞ്ഞല്ലോ അങ്ങനെ വ്രതം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത്. അല്ലടാ, അത് തന്നെ പറഞ്ഞ് ശരി തന്നെയല്ലേ. ഇതിപ്പോൾ നമ്മളെ മാത്രമല്ലോ, അവരെയും ബാധിക്കുന്ന വിഷയമല്ലേ. അപ്പോൾ അവരങ്ങനെ ചെയ്യോ? ആ ചെയ്യും, എന്തായാലും ചെയ്യും. അതെന്താണെന്നറിയോ? അത് പിന്നെ 6 മാസം എന്നെ ആയോട്ടനെയും ഇവർ വിലക്കിയിട്ടില്ലായിരുന്നു കാണുന്നതിന് സംസാരിക്കുന്നതിനൊക്കെ. അപ്പോൾ ആ ദേഷ്യത്തിൽ അവർ വന്ന ഏട്ടന്മാരെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ അവളുമാരോട് ഏട്ടന്മാരെ പറ്റി കണക്കിന് പറഞ്ഞു കൊടുത്തു. അതവർ കേട്ടു. ഈ പണി നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും കൂടി കൂട്ടി തന്നത്. അമ്പടെ ചിഞ്ചിൻ ചാക്കടി. അപ്പം അതിനിടയിൽ ഇങ്ങനൊരു സംഭവം നടന്നിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ 4 ആളും കയ്യിലിരിപ്പോണ്ട് കിട്ടിയ അപ്പം അനുഭവിച്ചോ? അതെ, എന്താ അവിടെ വട്ടമേശ സമ്മേളനം? പറഞ്ഞതൊക്കെ എല്ലാവരും മറന്നുപോയോ? ഇതെന്തോന്നത്? കാണാനും സംസാരിക്കാൻ പാടില്ലാന്നുണ്ടോ? ആ ഉണ്ട്. നീയൊക്കെ കണ്ടും സംസാരിച്ച് പിന്നെ എങ്ങോട്ടാ പോകണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വേണ്ട, പൊയ്ക്കോ. അമ്മൂസേ, ഞാൻ പറഞ്ഞ ഒന്ന് കേക്ക്. ഇതങ്ങനൊന്നുമില്ല. ഇത് ഏട്ടന്മാർ ഞങ്ങൾക്ക് തന്ന പ്രാങ്കാണ്. പ്രാങ്കോ? അതെന്തിനാ? അമ്മൂസേ, ഈ കല്യാണമൊക്കെ ആകുമ്പോഴേ നമ്മളിങ്ങനെ പ്രാങ്ക് കൊടുക്കും. അതാണിത്. അയ്യോ അല്ല അമ്മൂസേ, അല്ല, ഇത് പ്രാങ്കൊന്നുമല്ല. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാനിട്ടാ. ഇത് ശരിക്കുള്ളതല്ല. ധ്രുവി, നീ ഇതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു കാര്യം ഓർത്തോ, നീ തീയോണ്ടാണ് കളിക്കുന്നത്. അത് സാരല്ലേ, ഞാനത് വെള്ളം ഒഴിച്ച് അണച്ചോളാം. ഇടി കൊള്ളക്കുറിപ്പ് നിന്നെ കൈ കിട്ടും. ഒപ്പം നിനക്കാൻ തരുന്നുണ്ട്. അപ്പ, നിങ്ങൾ ജോക്ക് ഹണിമൂണ് പോകാൻ എങ്ങോട്ട് ടിക്കറ്റ് എടുത്തോടുത്തേ? പട്ടായയിലേക്ക്. എങ്ങോട്ട്? പട്ടായയിലേക്ക്. ആഹാ, അടിപൊളി. എന്താ, നല്ല സ്ഥലല്ലേ? പിന്നെ നല്ല സ്ഥലമാണ്. ഹണിമൂണ് പോകാൻ പറ്റിയ സ്ഥലമാണ്. മിക്കവാറും ഡൈവോഴ്സ് ആയിരിക്കും അത് തിരിച്ചു എത്തുണ്ടാവും. എൻ്റെ അപ്പ, അങ്ങോട്ടൊക്കെ ആരെങ്കിലും ഹണിമൂണ് പോവാം. ഹണിമൂണ് പോകാൻ വേറെ എത്ര നല്ല സ്ഥലങ്ങളുണ്ട്. എന്തായാലും അവരങ്ങോട്ടല്ല പോയത്. ഞാൻ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത്. അയ്യോ, ആ ടിക്കറ്റ് എന്തിനാണ് മോനെ ക്യാൻസൽ ചെയ്തത്? ആ ടിക്കറ്റ് ഞാൻ പോവായിരുന്നല്ലോ. എൻ്റെ അപ്പ, നിങ്ങൾക്ക് നെറ്റിമ കിട്ടിയ സ്മാരകമൊന്നും പോരെ? ഇനി വേണമെന്നുണ്ടോ? നീ പോടാ. എടാ ഹരി, കൃഷ്ണ, നമുക്ക് ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ നമുക്കൊരു ബാച്ചിലർ ട്രിപ്പ് പോകണം. ആദ്യം ഗോവ, പിന്നെ പട്ടായ, പിന്നെ മലേഷ്യ, പിന്നെ മേരി. അയ്യോ മേരി! എടോ കള്ളക്കളവാ. തനിക്ക് വയസ്സാം കാലത്ത് എങ്ങോട്ടാണോ പോകേണ്ടത്? അയാളുടെ ഒരു പൊട്ടായ. പട്ടായോ? എന്താ മേരി നീ പറയുന്നത്? എൻ്റെ കേൾവിക്ക് എന്താ പ്രശ്നം കേട്ടോ? പട്ടായ അല്ല മേരി, പട്ടാമ്പി. പട്ടാമ്പിയിലെ മലയോര പ്രദേശങ്ങളിലുള്ള ആയുർവേദിക് സെൻ്ററിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയായിരുന്നു. മേരിയെ, നിനക്ക് വന്ന് ഇച്ചായനപ്പോൾ തീരെ വിശ്വാസം ഇല്ലാണ്ട് അയക്കണം കേട്ടോ. എന്താ ചെയ്യാനാ? ചങ്ക് പറിച്ച് കാണിച്ചാലും ചെമ്പരത്തിപ്പോ എന്ന് പറയുള്ളൂ. അയ്യോ സോറി ഇച്ചായ. ഇച്ചായൻ അതായിരുന്നു പറഞ്ഞത്. ഞാൻ കേട്ട തെറ്റിപ്പോയതായിരിക്കും. ഇച്ചായ സോറി. ഇച്ചായൻ പിന്നെ പണ്ടത്തെ കോഴിരാജാവായതുകൊണ്ട് ഞാൻ വിചാരിച്ച കോഴിത്തരം കാണിച്ചു തന്നത്. വേണ്ട മേരി, എനിക്കിനൊന്നും പറയാനില്ല. ഇച്ചായ സോറി ഇച്ചായ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എൻ്റെ അപ്പ,
അഭിനയ സിംഗമേ, സത്യം പറയട്ടെ, നിങ്ങളാണ് ദ റിയൽ കൺവിൻസിങ് സ്റ്റാർ. അച്ഛൻ എവിടെയായിരുന്നു? ഞങ്ങൾ എത്ര നേരം അന്വേഷിക്കണമെന്നറിയോ? എന്താ കാര്യം? അച്ഛനെ ആ പെൺകുട്ടികളെ വീട്ടിൽ പോയിട്ട് വന്ന് ഞങ്ങളുടെ കല്യാണക്കാർ സംസാരിക്കോ? ഇല്ല, സംസാരിക്കൂല. ഞാനത് സംസാരിക്കണമെങ്കിലേ നീയൊക്കെ പോയിട്ട് ആദ്യം വിഹാൻ്റെയും അയാൻ്റെയും മുത്തശ്ശനോടും വീട്ടുകാരോടും പറയും നിങ്ങളത് വെറുതെ പറഞ്ഞതാണെന്നുള്ളത്. ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവരത് അങ്ങോട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ പോയിട്ട് ആ സത്യാവസ്ഥ പറയും. എന്നാൽ ഞാൻ ആ പെൺപിള്ളേരെ വീട്ടിൽ പോയിട്ട് സംസാരിക്കും. അച്ഛൻ അതൊന്നും കൂടി മിക്സ് ആക്കല്ലേ. പിന്നെ ഞങ്ങളങ്ങനെ പെട്ടെന്ന് പോയിട്ട് മാറ്റി പറയാം. അപ്പോൾ അവരെ മുത്തശ്ശൻ എന്താ വിചാരിക്കുക? അതൊക്കെ ഞങ്ങൾ സമയം പോലെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഒന്ന് പോയിട്ട് അവരെ വീട്ടിൽ പോയി സംസാരിക്കും. അവരെ മുത്തശ്ശി വൈകുന്നേരം പോവും. അച്ഛൻ കളിക്കല്ലോ കേട്ടോ. മാഫിയൊക്കെ ഒന്നും പണ്ടത്തെ ഡിമാൻഡും കൂടി ഇല്ലാത്ത. അപ്പോൾ ഒരു പെണ്ണ് കിട്ടുമ്പോൾ വേഗം കെട്ടിച്ച് കൊടുക്കാന്നല്ലാതെ അച്ഛനിങ്ങനെ ഫിലോസഫി പറഞ്ഞ് കളിക്കാം. മിക്കവാറും അച്ഛൻ പറഞ്ഞ ഫിലോസഫി പറയുമ്പോൾ ഞങ്ങളുടെ കെട്ടാച്ചരക്കാൻ നിൽക്കാതെ ഉണ്ടാവുള്ളൂ. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ വീട്ടിൽ പോയി സംസാരിക്കാം. എടാ കളിക്കല്ലടാ, ജീവിത പ്രശ്നമാടാ, നമുക്ക് മാറ്റി പറയാം. അങ്ങളെ അവർ പറയും, അല്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ട് പറയിപ്പിക്കാം. പ്ലീസ് അങ്ങളെ. അങ്ങനെയാണല്ലോ. എന്നാലേ നീയൊക്കെ പോയിട്ട് അവരെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ അപ്പോഴത്തേക്കും ആ പെൺകുട്ടികളെ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് വരാം. എല്ലാ കണ്ണേട്ടാ അപ്പോട്ടാ, നമുക്ക് ഇവരെ ഹണിമൂണിന് പറഞ്ഞേക്കണ്ടേ? ആ കാര്യം ഞാനങ്ങോട്ട് വിട്ടു. മക്കളെ, നിങ്ങൾ എങ്ങോട്ടാണ് ഹണിമൂണിന് പോകേണ്ടത്? പാരീസ്, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്. അതിന് നിന്നോടൊക്കെ ഒരു അഭിപ്രായം ചോദിച്ചത്? ഞങ്ങൾ അവരോടല്ല ചോദിച്ചത്. നിനക്കൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ട്. മക്കളെ, നിങ്ങൾ പറ, ഞങ്ങൾക്ക് എവിടെ പോകേണ്ടത്? ഞങ്ങൾക്കിപ്പോൾ വേണ്ട. ഞങ്ങളും അവരെ കൂടെ തന്നെ പോയിക്കോളാം. ഞങ്ങൾ വേറെ, അവർ വേറെ പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോയാൽ മതി. അത് തന്നെ, ഉണ്ണി പറഞ്ഞ മാതിരി ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം. ഒരു മാസത്തെ കാര്യമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ട്. തോഴാ, നൻപാ, നീ തടായ ഉയർ നൻപൻ. ഞങ്ങളെ ഞങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചു. കമ്മോൾട്രാ, ഗ്രൂപ്പ് ആക്കിടാ. കുരുത്തം കെട്ടവന്മാർ. അതെ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താ മക്കളെ, എന്താ കാര്യം? അത് പിന്നെ ഗത്യന്തരമില്ലാതെ അവർക്ക് കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നു. ജീവിത പ്രശ്നമാണല്ലോ, അതുകൊണ്ട് പറയാതിരിക്കാനും വയ്യ. പിന്നെ ത്രിമൂർത്തികളുടെ കൈതിരിപ്പോണ്ട് കിട്ടിയതായതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞതുമില്ല. അവരതൊരു ഫണ്ണാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെ, നിങ്ങൾ ഞങ്ങൾക്കിട്ടൊരു പണി തന്നു, ഞങ്ങൾ നിങ്ങൾക്കിട്ടും പണി തന്നു. അപ്പോൾ ഈക്വൽ. ഇനി ഇതിവിടെ തുടരണ്ട, ഇവിടെ ക്ലോസ് ചെയ്യാം. പിന്നെ ഞങ്ങൾ കാരണം ഇനി നിങ്ങളുടെ ഹണിമൂൺ വൈകൊന്നും വേണ്ട. എന്നാ 5 ആൾക്കുള്ള ഹണിമൂൺ ടിക്കറ്റ് ഉണ്ട്, നാളെ തന്നെ വിട്ടോ. അപ്പം ഈ മാഫിയക്കുള്ളിലും ഒരു ലോല ഹൃദയം ഉണ്ടായിരുന്നില്ലേ? സത്യം പറഞ്ഞോ, ഞങ്ങൾ മാഫിയാണെങ്കിലും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ മനസ്സടാ. എന്തിനാടാ ഞങ്ങളങ്ങനെ കരയിപ്പിച്ചിരുന്നത്? അയ്യോ, ഇതെന്തുകൊണ്ട് ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല? ബസ്സിനെ വെച്ച് ഇങ്ങനെ കരയാത്തേട്ടന്മാർ, സോറി. പിന്നെ കരയാതെ ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാത്ത ഞങ്ങളൊക്കെ നീ കാട്ടുകോഴികളാക്കില്ലടാ. പെണ്ണിൻ്റെ മുഖത്ത് നോക്കാതെ പിന്നെ നിങ്ങളങ്ങനെ അവളമാരെ വളച്ചത്? എവിടുന്ന് വന്നീ മരഭൂതം? അല്ല, നിങ്ങളവൻ ചോദിച്ചതിന് ഉത്തരം പറ. കാത്തേക്ക് ചോദിച്ചില്ല, ഉണ്ടാവുന്ന കട. അളിയന്മാരെ, നിങ്ങളിനി തടയാൻ ആരുമില്ല. നിങ്ങൾ പൊക്കോളൂ. ആ ഹണിമൂൺ പ്ലേസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പൊക്കോളൂ. അല്ല, പോവാൻ ഫ്ലൈറ്റ് നാളല്ലേ? അപ്പോൾ നാളെ പോയാൽ പോരെ? ആ ശരിയാ, അപ്പോൾ നാളെ പോയിക്കോ. പാവത്തിങ്ങൾക്ക് വിഷമമായിട്ട് പ്രാന്തെന്നോട്ടോ തോന്നുന്നത്. ശരിയാ, നമ്മൾ അവരോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എടാ അതൊക്കെ വിട്, എങ്ങോട്ടൊക്കെ ഹണിമൂൺ ടിക്കറ്റ് ഇട്ട് നോക്ക്. ഓ, അടിപൊളി പ്ലേസ് ആവാ, നമുക്ക് പൊളിക്കാം. அடைமழை வரும் அதில் நனைவோமே, குளிர் காய்ச்சலோடு ஸ்நேகம், ஒரு போர்வைக்குள் இரு தூக்கம், கொடு கொடு பொய்கள் சொல்லி என்னை வெல்வாய், அது தெரிந்தும் கூட அன்பே மனம் அதையேதான் எதிர்பார்க்கும்.
ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വളരെ വേഗത്തിലായിരുന്നു കടന്നു പോയിരുന്നത്. വർഷങ്ങൾ പോകുന്തോറും അവർക്കിടയിലെ പ്രണയത്തിൻ്റെ ആഴവും കൂടിക്കൂടി വന്നിരുന്നു. ഇപ്പോൾ അവർക്കിടയിൽ പുതിയ കുറച്ച് അതിഥികളും കൂടി ഉണ്ട്. ഇതാണ് കെവിൻ, ഇഷുവിൻ്റെയും ഉണ്ണിൻ്റെയും മകനാണ്. ആൾക്കിപ്പോൾ 7 വയസ്സായി. തരുണും റോഷനും ഇരട്ടക്കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്, അഗ്നിവും ചേതനും. തനുവിനും അതിക്കും 2 ആൺകുട്ടികളായിരുന്നു. ആദ്യത്തെ ആളുടെ പേര് യാദവ്, രണ്ടാമത്തത് ശിവ. യാദവിന് 7 വയസ്സും ശിവക്ക് 5 വയസ്സുമാണ്. അവസാനത്തെ അംഗങ്ങളായിരുന്നു കാശിയും ബദ്രിയും. കാശി വിഹാൻ്റെയും ധ്രുവിൻ്റെയും മകനായിരുന്നു. ബദ്രി അയാൻ്റെയും പല്ലുൻ്റെയും. ശിവയും കാശിയും ബദ്രിയും കാണാൻ അവരെ അച്ഛന്മാരെ പോലെ തന്നെയാണ്. കാണാൻ മാത്രമല്ല സ്വഭാവത്തിലും. എനിക്ക് ചലഞ്ചിനെ കിട്ടി. നിനക്ക് എന്താണ് കിട്ടിയത്? എനിക്ക് പാട്ടിനെ കിട്ടി. കാശി നിനക്കോ? എനിക്കൊന്നും കിട്ടിയില്ലടാ. ഏതാ എന്തിനെങ്കിലും ഒന്ന് കൊണ്ടുപോടാ. ഏതാടെ ബാംബു ബോയ്സ്? ആർക്കറിയാം, ഇവന്മാരെന്തോ പുതിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നത്. എൻ്റെ പൊന്നു പിള്ളേരെ, അടുത്തത് എന്ത് പ്രശ്നമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? അതുണ്ടല്ലോ അച്ഛാ, ഇന്നലെ ഉണ്ടല്ലോ മാത്സ് മാഷ് കാശിനെ വഴക്ക് പറഞ്ഞു. അപ്പൊ മാത്സ് മാഷിന്റെ ബാഗിൽ കൊണ്ടുവരാൻ അതൊക്കെ. വാവ്, സബാഷ്. അപ്പം അടുത്ത പണി. എൻ്റെ പൊന്നു പിള്ളേരെ, നിങ്ങളെ സ്കൂളിൽ ഇന്നലല്ലേ ഞങ്ങൾ വന്നത്? എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഇന്നലത്തെ അങ്ങോട്ട് ചെയ്താൽ പോരായിരുന്നോ? അതന്നെ, എന്തായാലും നിങ്ങൾ പണി കൊടുക്കുക. എന്നാൽ പിന്നെ ഒന്നിച്ചോട് കൊടുത്താൽ പോരെ. ആദ്യം ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ആർക്കെങ്കിലും പണി കൊടുക്കാണ്ടെങ്കിൽ അതങ്ങോട്ട് ഒരുമിച്ച് കൊടുത്താൾ. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ കാഴ്ച. പിള്ളേർ സെറ്റ് വല്ല പണിയും ഒപ്പിച്ച് വെച്ചാൽ ഇതുപോലത്തെ വല്ലതുമായിരിക്കും ഇവരുടെ വായെന്ന് വീഴുക. അമ്മ നോക്കിക്കേ, നമുക്ക് മിഠായി കിട്ടിയല്ലോ. ആഹാ, ഇന്നെന്താ ആടെയും ബർത്ത്ഡേ ഉണ്ടോ? രാഹുലില്ലേ, രാഹുലിന്റെ മമ്മയ്ക്ക് ബേബി വന്നല്ലോ. ഒരു കുഞ്ഞ് അനിയത്തിക്കുട്ടി. നിങ്ങൾക്കും വേണ്ട ഇതുപോലത്തെ ഒരു അനിയത്തിക്കുട്ടീനെ? വേണ്ട. ഓ കുരുപ്പ്. അല്ല, അനിയത്തിക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ആണോ? ആ അതെ. എന്നാ നമുക്ക് വേണം. എന്നാലേ കാശി അമ്മനോടും ബദ്രി അച്ഛനോടും പോയിട്ട് പറ നിങ്ങൾക്കൊരു അനിയത്തിനെ വേണമെന്നുള്ളത്. ഓക്കെ. ഓ, രണ്ടെണ്ണത്തിന് നാളല്ലോ പിള്ളേരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. അങ്ങനെങ്കിലും ആ രണ്ടിൻ്റെ തലയിൽ വല്ലതും കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ അല്ല, 24 മണിക്കൂർ കുക്കറി ഷോ. നിങ്ങൾക്കറിയോ, വല്ലതും റൊമാൻറ്റിക്കായിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ അപ്പം വരും തന്തൂരി ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ട്. ഓ, അവർക്ക് പാചകം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴല്ലോ, അത് ഞങ്ങൾക്കിട്ടുള്ള ഒരു പാരയായിരിക്കും തീരെ വിചാരിച്ചില്ല. നിങ്ങളിപ്പോ സ്കൂൾ വിട്ട് വന്നേ? ഇപ്പൊ വന്നിട്ടുള്ളൂ. നമുക്ക് വേണം. എന്ത് വേണം? അത് എന്താണ് വേണ്ടത്? അത് നമുക്ക് അരിയുണ്ട. നമുക്ക് അരിയുണ്ട വേണം. നമുക്ക് അരിയുണ്ട വേണം. അരിയുണ്ടേ? അതെന്താ സാധനം? അതൊരു പലഹാരമാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തിനാ അരിയുണ്ടേണ്ട ആവശ്യം? അത് വേണം. ഓക്കെ, പക്ഷെ മക്കളെ അരിയുണ്ട ഉണ്ടാക്കാൻ കുറേ സമയം എടുക്കും. അത് പെട്ടെന്നൊന്നും ആവൂല. നിനക്കുണ്ടാക്കാൻ അറിയോ? എനിക്കറിയില്ല, ഞാൻ യൂട്യൂബിൽ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കുറേ ടൈം എടുക്കും. അരിയൊക്കെ വറുത്തിട്ടൊക്കെ വേണം ഉണ്ടാക്കാൻ. എന്നാലേ ഞങ്ങൾ ഉണ്ടാക്കി തരാം, പക്ഷെ കുറച്ച് സമയം എടുക്കും. ഓക്കെ. അതെ, അവരെന്ത് പറഞ്ഞു? അവര് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു, പക്ഷെ സമയം എടുക്കും. സമയം എടുക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് വരും. എന്നാൽ പിന്നെ മക്കൾ പോയി കളിച്ചോ. ഓ, സത്യം പറയട്ടെ, നിങ്ങൾ രണ്ടാളും ശരിക്കും സിബ്ലിങ്സ് ആയിട്ട് വരേണ്ടത്. രണ്ടിനും നാണോ മാനോ എന്ന് പറഞ്ഞ സാധനം അടുത്ത് കൂടെ പോയിട്ടില്ലല്ലോ. അതെ, നിങ്ങൾ മക്കൾ പറഞ്ഞ സംഭവം കൊടുക്കാന്ന് പറഞ്ഞു. പറഞ്ഞു. എന്തേ? അല്ല, ചോദിച്ചതാ. നിങ്ങളാണോ അപ്പോൾ അവരോട് പറഞ്ഞത്? അത് പിന്നെ ഞങ്ങളെങ്ങനെ നിങ്ങളോട് പറയാന്ന് വെച്ചിട്ടാ. ഓ, എൻ്റെ പല്ലു. എന്നാൽ നിങ്ങൾക്ക് പറയുമ്പോൾ കുറച്ച് ഈസി ആയിട്ടല്ല എന്തേ പറഞ്ഞാൽ പോലെ. ഒരു അരിയുണ്ട ഞാൻ കേട്ടിട്ടും കൂടി എൻ്റെ പേരൊന്നും. ഇപ്പോൾ യൂട്യൂബിൽ തപ്പിക്കൊണ്ട് നിൽക്കുക. അല്ല, അവരെന്താ നിങ്ങളോട് പറഞ്ഞത്? അവർക്ക് അരിയുണ്ട വേണം. ബെസ്റ്റ്. ഓ കുരുപ്പ്. ഞാൻ എന്താണോ അവനോട് പറഞ്ഞത്, അവൻ എന്താണോ എന്ന് പറഞ്ഞത്. എൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ലൈക്ക് ചെയ്യാൻ മാത്രം ലൈക്ക് ചെയ്യാൻ തന്നാണല്ലോ.
അല്ലെങ്കിലും അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛൻ്റെ അല്ലേ മോന്. ബോൾഡാവാൻ പറഞ്ഞ ബോണ്ടുണ്ടാക്കണം അച്ഛനും, അനിയത്തി വേണം പറഞ്ഞ അയ്യുണ്ട വളർന്ന മോനും. രണ്ടും കണക്കാം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്നുമില്ല കുന്തം, ഞങ്ങൾ പോണ്. ഇവളത് ഒരുമാതിരി വാവടുത്ത പശുവിനെ പോലെ പെരുമാറുന്നത്. ആർക്കറിയാം രണ്ടിനും ഭ്രാന്തായെന്ന് തോന്നുന്നത്. എന്ത് പറ്റി? പോയതിനേക്കാൾ സ്പീഡിലാണല്ലോ വരുന്നത്. ആ വരവ് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ചീറ്റിപ്പോയി എന്നുള്ളത്. എന്ത് പറ്റിയടാ രമണ? ഒന്നുമില്ലടാ, ഞങ്ങൾ പറഞ്ഞ കാര്യം ആ കുരുപ്പുകൾ അതേപോലെ തന്നെ പറഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പം അവിടെ ഉണ്ടായില്ല. അവരെന്താ പറഞ്ഞത്? ആ ബെസ്റ്റ്. എടാ അവരെ പന്ത്രണ്ട കാര്യം മക്കളല്ലേ. ആ അതും ശരിയാണ്. ആ ഈ പോക്ക് പോയിക്കാൻ ഞാൻ വല്ല ഭജനക്കും പോകണത്തേക്കും നന്നാവാം. ഞാൻ സന്യാസത്തിനും മരുഭൂമി പോലെ അതിൻ്റെ അവസ്ഥ. അവൾക്കൊരു ബോധമില്ലടാ. ആ അതിനവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാശിയും ഭദ്രയും ആയ സമയത്ത് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെ ആയിരുന്നു. അതോടെ അവർ ഉറപ്പിച്ചതാണ് നാമൊന്നും നമുക്കൊന്നുള്ള മുദ്രാവാക്യം. ആ ശരിയാ, നിനക്ക് വല്ല ഓർമ്മയുണ്ടായിരുന്നു ഭദ്രനെ പ്രഗ്നൻ്റ് ആയി നിൽക്കുമ്പോൾ നീ ചെയ്തത്? മൂഡ് സ്വിങ്ങിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചു കൂട്ടിയത് പായസത്തിൽ അച്ചാർ കലക്കി കുടിക്കുക. അത് ചോദിക്കാൻ പോയാലോ ഓഹോ അപ്പം കരയും അല്ലെങ്കിൽ ചീത്ത പറയും. എന്തൊക്കെയായിരുന്നു പാവം ആയുവേട്ടനെ എടുത്തിട്ട് അമ്മാനെ മാട്ടുമായിരുന്നു. വിച്ച നീ ചിരിക്കണ്ട, നീയും കണക്കായിരുന്നു. പ്രഗ്നൻ്റ് ആയത് ധ്രുവയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പ്രഷർ കൂടി കൊണ്ടുപോകൽ ഇവനായിരുന്നു. എന്തൊരു ടെൻഷനായിരുന്നു നിനക്ക്. ധ്രുവ എപ്പോഴും പറയലുണ്ട് അവൾക്ക് പ്രഗ്നൻസിയിലെ ടൈമിനേക്കാളും ബുദ്ധിമുട്ട് നിൻ്റെ ടെൻഷൻ കാണുമ്പോഴാണ്. അതുമാത്രം ധ്രുവിനെ നമ്മൾ ലേബർ റൂമിൽ കൊണ്ടുപോയ സമയത്ത് എന്തോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ്. അത് ഞാൻ ഇവനോട് പറയാൻ വേണ്ടി തിരിഞ്ഞതും ഇവനെ കാണാനില്ല. നോക്കുമ്പോൾ തല കറങ്ങി താഴെ കിടക്കുന്ന ഓഹേ ധ്രുവിനെ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് ഇവനെ നോക്കലായിരുന്നു. എന്തൊരു കഷ്ടമായിരുന്നു. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റൂല. ഹലോ കുട്ടിപ്പട്ടാളം, എന്താ ഒരു സംസാരം? മിക്കവാറും ആ ഗായത്രിനെ കുറിച്ചിട്ടായിരിക്കും. അതുണ്ടല്ലോ ഗായത്രിന്നല്ലോ എനിക്ക് ഇന്ന് പെൻസിൽ തന്നു, എനിക്ക് റബ്ബറും തന്നു, എനിക്കൊരു ബുക്കും തന്നു. അപ്പൊ ശരിക്കും ഗായത്രിക്ക് നമ്മൾ ആരാ ഇഷ്ടം? ആഹാ അതൊരു ചോദ്യമാണ്. ഗായത്രിക്ക് ശരിക്കും വരില്ല ആരാ ഇഷ്ടം? ഉത്തരം കിട്ടാത്ത ചോദ്യം. എല്ലാം മോനെ യദു, നിനക്ക് ഗായത്രി ഒന്നും തന്നില്ലേ? എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ല. ഞാൻ ചിക്കുമാമയില. ചിക്കുമാമയിൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവനോട് വളർന്നിട്ടില്ല അപ്പോൾ തന്നെ ചിക്കുമാമയിൽ. ഇതൊക്കെ എവിടുന്നാ പഠിക്കുന്നത്? അവനെ കുറ്റം പറയണ്ട, അവൻ ഭാവിയിൽ സിഗ്മാമയിലാൻ വേണ്ടി ഇപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യും. എല്ലാടാ മോനെ. ഞാൻ പ്രാക്ടീസ് ചെയ്യാം. അതെ ഞങ്ങളുണ്ടല്ലോ നാളെ ഗായത്രീനെ അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കണേ. ഗായത്രി വരാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ നോക്കോ ഗായത്രിനോട് നമ്മളിൽ ആരാ ഇഷ്ടമെന്ന്? അച്ചോടാ ഞങ്ങൾ ചോദിച്ചാൽ നോക്കാം കേട്ടോ. ആ ബെസ്റ്റ്. ഗായത്രിയും കൊള്ളാം, ഇവന്മാരും കൊള്ളാം. എന്തായാലും അവർ വരട്ടെ, ചോദിക്കാം ഞങ്ങൾ. അച്ചോടാ ഗായത്രി നല്ല സുന്ദരിയാണല്ലോ. വാ ഗായത്രി കയറിയിരിക്കേ. ഗായത്രി ഒറ്റക്കാണോ വന്ന്? ആണോ? എന്നാ മക്കൾ കുറച്ച് നേരം വരെ കൂടെ കളിച്ചോട്ടോ. ഗായത്രി മോളോട് കാര്യം ചോദിക്കട്ടെ, മോളെന്തിനാ എപ്പോഴും ഇവർക്ക് ഇങ്ങനെ പെൻസിലും ഇതൊക്കെ കൊടുക്കുന്നത്? യദുവിന്റെ പ്രദേശാമതിന് മോള് കൊടുക്കേണ്ട ആവശ്യം? ആഹാ അടിപൊളി, ബെസ്റ്റ്. ഇത് വല്ലാത്തൊരു ട്വിസ്റ്റ് ആയിപ്പോയി. ഇതിനാണോ പറയാ മണ്ണും ചാരി തന്നവൻ പെണ്ണും കൊണ്ടുപോയി? അടിപൊളി. ഓന്ത് വരെ ഇങ്ങനെ നിറം മാറാനുണ്ടാവില്ല. ഗായത്രിയുടെ കയ്യിൽ നിന്നും ആ പെൻസിലും വാങ്ങിയിട്ട് സിഗ്മാമയിലാവുള്ള ദൗത്യം നമ്മുടെ യദുവോടെ ഉപേക്ഷിച്ചു. എന്നാൽ അന്ന് ഇഷ്ടവും പറഞ്ഞു പോയ ഗായത്രിയാണ് ഇപ്പം 10 വർഷം കഴിഞ്ഞു. പിന്നീട് ഗായത്രിനെ പറ്റി ഒരറിവും യദുവിനില്ലായിരുന്നു. ആ വർഷം തന്നെ ഗായത്രി സ്കൂൾ മാറിപ്പോയി. പിന്നീട് ഒരിക്കലും യദുവിന് ഗായത്രിനെ കാണാനും പറ്റിയിട്ടില്ലായിരുന്നു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. പിള്ളേർ സെറ്റിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോഴും മാറാതിരിക്കുന്നത് യദു മാത്രമാണ്. പാവം. ആ ഗായത്രി കൊടുത്ത പെൻസിലും പിടിച്ച് ഇപ്പോഴും നിൽക്കുക. എന്നെങ്കിലും ഗായത്രി വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. യദു, എടാ യദു, നീ എവിടെ പോയതായിരുന്നു? അല്ലടാ ഞാൻ അവിടെ ആരോ ഗായത്രി എന്ന് വിളിക്കുന്നത് കേട്ട്. ആ ബെസ്റ്റ്. എടാ മോനെ നീ ഇപ്പോഴും അവിടെ തന്ന പെൻസിലും പിടിച്ച് നിൽക്കുക. എടാ അവളൊക്കെ ഇപ്പം നിന്നെയൊക്കെ മറന്ന് വേറെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അങ്ങനൊന്നും ഉണ്ടാവില്ല. അഥവാ അവൾ എന്നെ എപ്പോഴും കാത്തിരിക്കുന്നുണ്ടെങ്കിലോ? അതെ, അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ? നീ ആ ബിരിയാണി നോക്കി നിന്നോ, അവസാനം കഞ്ഞി പോലും കിട്ടാത്ത അവസ്ഥ ആയിരിക്കും നിനക്കുണ്ടാവുക.
അല്ലെങ്കിൽ ഇവന്മാർക്കൊക്കെ പ്രാന്താടാ. ചെറുപ്പത്തിൽ എന്തോ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അതിനെയും കാത്തു നിൽക്കുകയാണ് ചെയ്തു. അത് ശരിയാ. അടുത്തതൊന്നുണ്ട്, ചേതൻ. ലോകത്തിൽ എത്ര നല്ല ഓതർ ഉണ്ടെങ്കിലും ചേതൻ്റെ ഫേവറേറ്റ് ഓതർ മിഴിയായിരിക്കും. മിഴിയെന്ന് വെച്ചാൽ ചേതന് ജീവനാണ്. ചേതനെ അവർ കളിയാക്കുന്നതിൻ്റെ കാരണം അവനിപ്പോൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ലോകത്ത് ചേതൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതുപോലെ അവന് സന്തോഷം നൽകുന്നതും വായനയും പുസ്തകങ്ങളും എഴുത്തുകളും തന്നെയായിരുന്നു. അതുപോലെ തന്നെ മിഴി എന്ന എഴുത്തുകാരിയുടെ എഴുത്തുകളും. മിഴിയുടെ എഴുത്തുകൾ പലപ്പോഴും ചേതനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. എന്തെന്നില്ലാത്തൊരു ഊർജ്ജം അവരുടെ കഥകളെല്ലാം വായിക്കുമ്പോൾ അവന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ കഥകളെല്ലാം പലപ്പോഴും അവനോടായിട്ട് എന്തൊക്കെയോ പറയുന്നത് പോലെയും അവന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. മിഴിയുടെ ഒരു വലിയ ആരാധകൻ തന്നെയാണ് ചേതൻ. എടാ, നിങ്ങൾ എന്നെ ഇങ്ങനെ കളിയാക്കുന്നതിന് മുൻപുണ്ടല്ലോ അവരുടെ ഒരൊറ്റ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് അവരെ എഴുത്തുകൾ എത്രമാത്രം സ്നേഹിക്കുന്നെന്നുള്ളത്. എടാ, വല്ലാത്തൊരു ജീവനുണ്ട് അവരുടെ കഥകൾക്കൊക്കെ. ആ, അതവൻ പറഞ്ഞ ശരിയാണ് കേട്ടോ. ഞാൻ അവരുടെ 1-2 പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്. അടിപൊളിയാണ് അവരെ എഴുത്തൊക്കെ. ആഹാ, അടുത്ത പ്രാന്തൻ വന്നല്ലോ. ഇവനാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രാന്തൻ. അത് ശരിയാണ്. കുട്ടിക്കാലം തൊട്ട് ഒരു പെണ്ണ് അവൻ്റെ മനസ്സ് കയറി പറ്റിയില്ല. ഇതുവരെ അവളോട് അവന് ഇഷ്ടം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഇഷ്ടോ? ഇതുവരെ ഒന്ന് സംസാരിക്കുന്ന പോലെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1-2 വാക്ക് അല്ലെങ്കിൽ ചിരിക്കും. ഇതിൽ കൂടുതൽ അവർ തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ തന്നെ ഉണ്ടായിട്ടില്ല. ആ, എനിക്കറിയാം ആളെ. എടാ, നിൻ്റെ ആളെ പേര് വൈദേഹി എന്നല്ലായിരുന്നു? അതിന് മറുപടി എന്നോണം കാശി ഒന്ന് ചിരിക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. വൈദേഹിൻ്റെ കാര്യം എപ്പോഴൊക്കെ ചോദിക്കുമ്പോഴും കാശി മൗനം തന്നെയായിരുന്നു. കാശി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവരുടെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തതായിരുന്നു വൈദേഹി. അന്ന് തൊട്ട് അവൻ്റെ മനസ്സിൽ കയറിയതാണ് വൈദേഹിയുടെ രൂപം. സ്കൂളിൽ ആകെ അവർ അറിയപ്പെട്ടിരുന്നത് കാശിയുടെ വൈദേഹി എന്ന് തന്നെയായിരുന്നു. എന്നാൽ ആ പറയുന്നതിനെ എതിർക്കാൻ അവളോ ആ പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ അവനോ തയ്യാറായിട്ടില്ലായിരുന്നു. ഒരു പക്ഷേ മൗനമായിട്ട് ആ വിളിയെ അവരിഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ഇന്നേ വരെ പരസ്പരം അവരിഷ്ടം പറഞ്ഞിട്ടില്ല. എന്തിന്, അധികമൊന്നും സംസാരിക്കാറ് പോലും ഇല്ലായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1-2 വാക്ക് അല്ലെങ്കിൽ ഒരു ചിരി, അതിൽ കൂടുതൽ അവർ ഇൻട്രാക്ഷൻ പോയിട്ടില്ലായിരുന്നു. എടാ മക്കളെ, നിങ്ങൾ അവരെ കളിയാക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവർക്കൊക്കെ പറയാൻ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ട്. നിനക്കൊക്കെ വല്ല പെണ്ണുണ്ടോ? അതൊക്കെ പോട്ടെ, പെണ്ണ് കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? എവിടെ? ഇവന്മാരൊക്കെ സ്വഭാവം വെച്ചിട്ട് ഇവന്മാർക്കൊന്നും പെണ്ണ് കിട്ടാനേ സാധ്യതയില്ല. ഉറപ്പല്ലേ അത്? ആ, പിന്നെ കോഴിരാജാക്കന്മാരെ നിങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ല, ഞങ്ങൾക്കും കിട്ടും. ആ, കിട്ടും കിട്ടും, ഇപ്പം കിട്ടും, നോക്കി നിന്നോ. എടാ, അവരെ ഞങ്ങളുടെ കഴിവ് കൊണ്ട് നേടിയിട്ടോ. നിനക്കൊന്നും അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നില്ല. എന്തിന്? നീയൊക്കെ പെണ്ണ് കിട്ടാതെ മൂക്കിൽ പല്ലും വന്ന് മൂത്ത് നരച്ച് നിൽക്കലേ ഉണ്ടാവുള്ളൂ. ഓ, ഇവർ പറഞ്ഞ മാതിരി വല്ല പെണ്ണും സെറ്റായിട്ടില്ലെങ്കിൽ അവസാനം ഞാൻ എന്നെ തന്നെ കെട്ടേണ്ടി വരും. ആ, നല്ല തീരുമാനം. മിക്കവാറും നിനക്കൊക്കെ അതന്നെ ഉണ്ടാവുള്ളൂ. ഓ അച്ഛാ, നിങ്ങൾക്ക് ഈ നിരുത്സാഹപ്പെടുത്തുന്ന സമയത്ത് വല്ല പ്രോത്സാഹിപ്പിച്ചു? എടാ, പ്രോത്സാഹിപ്പിക്കാൻ നീയൊക്കെ വല്ലതും ചെയ്യുന്നുണ്ടോ? വല്ലതും ചെയ്യുക, അപ്പം ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാം. ഞങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കില്ലേ? അതേപോലെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാം. ഓ, എന്താ അവിടെ പിന്നെ തുടങ്ങിയോ അച്ഛനും മക്കളുടെ വഴക്ക്? നിങ്ങൾക്ക് നാളല്ലേ ഈ പിള്ളേരുടെ തല്ലുണ്ടാക്കാൻ? അതെ, ഞങ്ങൾ അവരായിട്ട് വഴക്കുണ്ടാക്കിയതല്ല, ഞങ്ങൾ അവർക്കൊരു ജീവിതപാഠം പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ ജീവിതത്തിൽ ഒരു പാഠം പഠിക്കാത്ത നിങ്ങളാണല്ലോ അവർക്ക് ജീവിതപാഠം പറഞ്ഞു കൊടുക്കുന്നത്. ഇത് അവിടുത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു. പിള്ളേർ സെറ്റിനെതിരെ തല്ലുണ്ടാക്കുന്ന അച്ഛന്മാരും അവർക്ക് വക്കാലത്ത് പറയുന്ന അമ്മമാരും. എന്താണെന്ന് ആർക്കറിയാം, മക്കളോട് അടി ഉണ്ടാക്കുമ്പോൾ വല്ലാത്തൊരു ഊർജ്ജം കിട്ടുന്നതാണ് അവരെപ്പോഴും പറയാറുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഈ കൊച്ചു കൊച്ചു വഴക്കുകളും കുസൃതികളും കുറുമ്പുകളെല്ലാം അവർ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പല്ലൂസ്, എന്താണ് ഈ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല ആയോട്ടാ, വില്ലച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ വിളിച്ചേ? എപ്പോഴും പറയുന്നത് തന്നെ, അച്ഛനെ ഞങ്ങളെ കാണണമെന്നും അതുകൊണ്ട് വരാൻ പറ്റുമെന്ന്. പല്ലു, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് എനിക്കറിയാം ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ അച്ഛൻ നിങ്ങളോട് ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷേ അതിന് ഈ കാലം അത്രയും അദ്ദേഹം നിങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മനസ്സറിഞ്ഞ് തന്നെ നിങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളെ രണ്ടാളും നിർബന്ധിക്കില്ല. പക്ഷെ നിനക്ക് അങ്ങേരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പോയി ഒന്ന് കാണാം. അതിനാണ് ആയോട്ടാ ധ്രുവയും പറഞ്ഞത്. ഇനി വാശിയും വൈരാഗ്യമൊന്നും വേണ്ടാന്നും അച്ഛനോട് ക്ഷമിച്ചിട്ട് അച്ഛനൊന്ന് പോയി കാണാന്നുള്ളതും. എന്തായാലും പോയി കാണണം. ആയോട്ടാ, എന്തായി? ഐ ലവ് യു. ഐ ലവ് യു ടു. എന്താ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ തോന്നാൻ കാരണം? ഏയ് ഒന്നുമില്ല ആയോട്ടാ, നിങ്ങൾ ശരിക്കും എൻ്റെ ഭാഗ്യം. നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലത്തെ ഭംഗിയുള്ള ഒരു ലൈഫ് എനിക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു. ലൂസ് മതി. ഇനി പറഞ്ഞാൽ നീയും സെൻഡിയാവും, നീ കറിയും പിന്നെ ഞാനും കറിയും. എന്തിനാ അവർ? ആ വന്നോ? കഴിഞ്ഞോ ഇന്ന് തടി ഉണ്ടാക്കൽ? ആ കഴിഞ്ഞു. ഇന്നത്തെ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നാളെ വേറെ ടോപ്പിക് ഉണ്ടാക്കണം. ഓ എൻ്റെ അതിയേട്ടാ, ചില സമയത്ത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അവരെക്കാളും ചെറുതാണെന്ന്. അതെ, മനസ്സുകൊണ്ട് ഞാനെപ്പോഴും ചെറുപ്പം. പിന്നെ കളവൻ എന്നിട്ട് മനസ്സുകൊണ്ട് ചെറുപ്പം. എന്താ നിനക്ക് സംശയം ഉണ്ടോ? പണിയെ തെളിയിച്ചു തരാം. ഒന്ന് പോ മനുഷ്യൻ. തനു പണിയെ പോലെ ഞാൻ തെളിയിച്ചു തരാടി. ഓ ഒന്ന് പോടോ. വിച്ചേട്ടാ
നിങ്ങൾ ഏത് സിനിമ കാണുന്നത്? ധ്രുവി, എന്നോട് പലവട്ടം പറഞ്ഞത് എന്നെ വിച്ചേട്ടാന്ന് വിളിക്കരുത്. അതെ, കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നോട് ഞാൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ പിന്നെ നിൻ്റെ വിച്ചാന്നുള്ള വിളി എനിക്ക് വരാതെ മിസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് എന്നോട് ഞാൻ പറഞ്ഞ ഏട്ടാന്ന് വിളിക്കരുത്. ഓക്കെ സോറി. വിച്ച, നീ ഏത് സിനിമ കാണുന്നത്? ഞാൻ മറ്റേ ചേട്ടച്ചൻ എന്നുള്ള സിനിമയിലായിരുന്നു. അതേത് സിനിമ? മോഹൻലാലിൻ്റെ പടമില്ലേ, ആ പടം കാണാമായിരുന്നു. ആ, എന്നിട്ടോ? അത് കണ്ടപ്പം എനിക്ക് പെട്ടെന്നൊരു ഐഡിയ എത്തി. എന്താ ഐഡിയ? അല്ല, നമ്മുടെ വീട്ടിലിപ്പോൾ വെറും ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ആ, അതിന് ആ സിനിമയിൽ അവർക്ക് ഒരുപാട് ലേറ്റായിട്ട് മക്കളുണ്ടാവുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം നമുക്കിപ്പോഴും ഒരു ചാൻസ് ഉണ്ടെന്നല്ലേ. ഓ, ഈ കള്ളക്കളൻ. പ്രായം എത്രയല്ലേ, തനിക്ക് നന്നായിക്കൂടെ? പ്രായം എത്ര ആയില്ലെന്ന് എനിക്കത്ര പ്രായമൊന്നുമില്ല. ഞാനിപ്പോഴും മധുര 17, 71. എന്തിനാ 71 ഒതുക്കി? ഞാനും കാന്തിച്ച് ഒരുമിച്ച് പഠിച്ചാന്ന് പറഞ്ഞോടേനോ. ആ, കണ്ടാലും പറയും അങ്ങനെയൊക്കെ തന്നെ. ഓ ധ്രുവി, നീ എന്നെ വല്ലാതെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. നിനക്കെന്നെ സ്റ്റാമിന അറിഞ്ഞിട്ടോ, വേണമെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. ഓ വിച്ച, എന്താടാ മുത്തേ? നിനക്കൊന്ന് നന്നായാലും എന്താടാ? എടാ, ആഗ്രഹമില്ലായിട്ടല്ല, എന്താന്ന് ആർക്കറിയാം, നിന്റെ വായന 2 കേട്ടാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഓ, ഇവനെ കൊണ്ടത്. ഉണ്ണിയേട്ടൻ ഇതുവരെ കിടന്നിട്ടില്ലായിരുന്നോ? ഞാൻ കിടക്കാൻ പോകുന്നായിരുന്നു. ഞാൻ നമ്മുടെ ലാപ്പിൽ കുറേ വീഡിയോസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പഴയത് ഓരോന്നും അങ്ങനെ ക്ലിയർ ചെയ്ത് വരികയായിരുന്നു. അപ്പോഴാണ് നിൻ്റെ പണ്ടത്തെ ഓരോ റീൽസൊക്കെ കണ്ടത്. അത് കണ്ടപ്പോഴേ എനിക്കെന്തോ എൻ്റെ പണ്ടത്തെ ഇഷുക്കുട്ടീനെ വല്ലാതെ മിസ് ചെയ്തു. ഉണ്ണിയേട്ടാന്ന് വിളിച്ച് നടക്കുന്ന എൻ്റെ ഇഷുക്കുട്ടീനെ. അതെന്തിനാ മിസ് ചെയ്യേണ്ട ആവശ്യം? ഞാനിപ്പോഴും ഉണ്ണിയേട്ടൻ്റെ പണ്ടത്തെ ഇഷുക്കുട്ടി തന്നെയാണ്. എനിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. എനിക്കിപ്പോഴും എൻ്റെ ഉണ്ണിയേട്ടൻ കഴിഞ്ഞ് തന്നെ ആരുള്ളൂ, നമ്മുടെ മോൻ പോലും. തരൂ, ഞാനൊന്ന് ഒരുപാട് ഹാപ്പിയാണ്. നീ എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യം ഒരു സുഹൃത്തായിട്ടായിരുന്നു വന്നിരുന്നത്. പിന്നെ ഒരു പ്രണയിനിയെ മാറി. പിന്നെ എൻ്റെ ജീവൻ്റെ പാതിയും. ഇപ്പം അതാ എൻ്റെ മക്കളും അമ്മയും. ഓ, തുടങ്ങി. എൻ്റെ പൊന്നു റോഷ, നീ ഈ സെയിം ഡയലോഗ് തന്നെ എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്? നീ ഒരേ ഡയലോഗ് തന്നെ പറഞ്ഞ് എത്ര നേരം ഫീൽഡ് പിടിച്ചിരിക്കും? ഒന്ന് മാറ്റി പിടിച്ചൂടെ? മാറ്റിപ്പിടിക്കണമെങ്കിൽ എനിക്കാദ്യം വേറെ ഏതെങ്കിലും ഡയലോഗ് അറിയണ്ടേ? എനിക്ക് ഈ ഡയലോഗ് മാത്രമേ അറിയുള്ളൂ. പിന്നെ പറഞ്ഞത് തെറ്റൊന്നുമില്ലല്ലോ. ആ, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മക്കളെ, നിങ്ങളാരും ഇതുവരെ കിടന്നിട്ടില്ലായിരുന്നോ? കിടക്കാൻ പോവുമായിരുന്നു. മുത്തശ്ശ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇനി ഇവരൊക്കെ പറയുന്ന മാതിരി എൻ്റെ ലൈഫിലേക്ക് ഗായത്രിനെ തിരിച്ചു വരില്ലേ? വരും, തീർച്ചയായിട്ടും വരും. കറക്റ്റ് സമയമാകുമ്പോൾ എൻ്റെ ലൈഫിലേക്ക് അവൾ വരും. എൻ്റെ ജീവിതത്തിലേക്ക് ആമി വന്ന പോലെ. അപ്പം മുത്തശ്ശ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്കും ഇതുമാതിരി ആരെങ്കിലുമൊക്കെ വരുമോ? വരും, തീർച്ചയായിട്ടും വരും. എ റൈറ്റ് ടൈമിൽ എ റൈറ്റ് പേഴ്സൺ നിങ്ങളുടെയൊക്കെ ലൈഫിലേക്കും വരും. പക്ഷേ ഒരുപോലെ ആയിരിക്കില്ല. പല സന്ദർഭങ്ങളിൽ പല സാഹചര്യങ്ങളിലേക്കും നിങ്ങളുടെയൊക്കെ പ്രണയം ഉണ്ടാവുക. പ്രണയത്തിന് പല തലങ്ങളുണ്ട് മക്കളെ. പണ്ടൊരു കവി പറഞ്ഞൊരു ഓർമ്മയുണ്ട്. നമ്മുടെയൊക്കെ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഫിംഗർ പ്രിൻ്റ് പോലെയാണുള്ളത്. മനുഷ്യന്മാർക്ക് ആർക്കും ഒരുപോലത്തെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടാവില്ല. അതുപോലത്തെയാണ് പ്രണയവും. നിങ്ങൾ ഞങ്ങളുടെ തന്നെ എടുത്ത് നോക്ക്. എൻ്റെ ആമിൻ്റെയും പ്രണയം പോലെയല്ല അബിൻ്റെതും ഗൗരിൻ്റെതും. അതിൽ നിന്നും എത്രയോ വ്യത്യാസമാണ് കണ്ണേട്ടൻ്റെതും രേണുവിൻ്റെതും, അതുപോലെ അപ്പൂട്ടൻ്റെതും ദേവുവിൻ്റെതും. പിന്നെ അനുവിൻ്റെയും അതുമാതിരി ലിയൻ്റെയും റോയിൻ്റെയും എടുത്ത് നോക്ക്. ടോം ആൻഡ് ജെറി കപ്പിൾസാണ് അവർ. അവരൊന്നും ഒരുമിക്കുന്ന പോലും വിചാരിച്ചതല്ല. ഇനി നിങ്ങളുടെയൊക്കെ പാരൻസിൻ്റെ എടുത്ത് നോക്ക്. ഒരിക്കലും സുഹൃത്തുക്കളായതാണ് താരയും റോഷനും. ഇപ്പം കണ്ടോ, അവർ തമ്മിലും പ്രണയത്തിലായി. ഇനി ഇഷുവിനെ ഉണ്ണിനെ എടുത്ത് നോക്ക്. പരസ്പരം ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് അവർ, പക്ഷെ അവരും തമ്മിലും പ്രണയമായിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞ ഓരോന്നും വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കും. ഇനി ആ ത്രിമൂർത്തികളെടുത്ത് നോക്ക്. അവർക്കും ഇല്ലേ ഒരു വ്യത്യസ്ത ലവ് സ്റ്റോറി? അതുമാതിരി നിങ്ങൾക്കും കാണും ഒരു വ്യത്യസ്ത ലവ് സ്റ്റോറി. ചിലപ്പോൾ അത് യദുവിനെ പോലെ ഒരു കാത്തിരിപ്പായിരിക്കും, അല്ലെങ്കിൽ ചേതനെ പോലെ എഴുത്തുകളിൽ, ഇനി അതൊന്നും അല്ലെങ്കിൽ കാശിനെ പോലെ മൗനത്തിൽ. എങ്ങനെ നമുക്ക് പ്രണയിക്കാം? പ്രണയത്തിന് പല തലങ്ങളുണ്ട് മക്കളെ. കാർത്തി പറഞ്ഞതുപോലെ തന്നെ പ്രണയത്തിന് പല തലങ്ങളുണ്ട്, വർണ്ണങ്ങളുണ്ട്. ഓരോ ലവ് സ്റ്റോറിയും ഡിഫറെൻ്റ് ആയിരിക്കും, യുണീക്കായിരിക്കും. തൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലെങ്കിലും ഗായത്രി തിരിച്ചു വരുമെന്ന് പോലും അറിയാതെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന യാദവിനെ പോലെ. അതുമല്ലെങ്കിൽ മിഴിയുടെ എഴുത്തുകളെ അന്ധമായി സ്നേഹിക്കുന്ന, അവളോടുള്ള പ്രണയം തൻ്റെ എഴുത്തുകളിലൂടെ പ്രകടിപ്പിക്കുന്ന ചേതനെ പോലെ. അതുമല്ലെങ്കിൽ മനസ്സിൽ തൻ്റെ പ്രണയം അടക്കി വെച്ചിട്ട് വൈദേഹി തൻ്റെതാണെന്ന് ഉറപ്പോടുകൂടി മൗനത്തിൽ അവളെ സ്നേഹിക്കുന്ന കാശിയെപ്പോലെ. നമ്മൾ എങ്ങനെ പ്രണയിക്കുന്നു എന്നതിലല്ല കാര്യം, ആരെ പ്രണയിക്കുന്നു എന്നതിലാണ്. റൈറ്റ് പേഴ്സൺ അല്ല നമ്മൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ ധ്രുവിൻ്റെയും പല്ലുൻ്റെയും അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ അതേ പ്രണയം തന്നെ നമ്മളെ കാറിൽ തിന്നുകയും ചെയ്യും. പക്ഷേ നമ്മൾ തിരഞ്ഞെടുത്തത് ഒരു റൈറ്റ് പേഴ്സൺ ആണെങ്കിൽ ആ പ്രണയം നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടേ നിൽക്കും. വർഷം കൂടുന്തോറും അതിൻ്റെ വീര്യവും കൂടും, വീഞ്ഞു പോലെ. ഇവരുടെയൊക്കെ പ്രണയവും ജീവിതവും പോലെ.
ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു കഥയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് താൽക്കാലികമായി നിങ്ങളോട് വിട പറയുകയാണ്. ഇതിൻ്റെ 2 സീസണും ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പം ഗൈസ്, ഇതിൻ്റെ സീസൺ 3 കുറച്ച് പേരെങ്കിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ സീസൺ 3 ഞാൻ ചെയ്യും, പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. അതായത് കുറച്ചധികം സമയം വേണം. അപ്പോൾ കുറച്ച് സ്റ്റോറീസ് പെൻഡിങ്ങിലുണ്ട്. അത് കഴിഞ്ഞാൽ ഞാനത് ചെയ്യും. പക്ഷേ ഈ സെയിം പേരിലായിരിക്കില്ല, വേറൊരു പേരിട്ടിട്ടായിരിക്കും. അതുപോലെ തന്നെ തുടർക്കഥ മാതിരി ആയിരിക്കില്ല. ഈ കുട്ടികളുടെ ക്യാരക്ടേഴ്സിനെ എടുത്തിട്ടായിരിക്കും ഞാൻ ചെയ്യലുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനൊരു കുട്ടി ഇൻട്രോ മാതിരി, ഒരു കപ്പിൾസിൻ്റെ ഇൻട്രോ മാതിരി ഞാൻ വേണമെങ്കിൽ ഒരു സൺഡേ മൺഡേ ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.